ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ തീമഴ എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏറ്റവും ഹൃദയപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ലേഖനം മുഴുവൻ എഴുതിയിരിക്കുമ്പോൾ തുടങ്ങുമ്പോഴേ എഴുതിയിരിക്കുന്നൊരു സെൻറ്റൻസ് ഇതാണ്: യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യൻ്റെയും ജീവിത വിജയവും കർമ്മോത്സുകതയും ജീവിത സാഫല്യവും ശാക്തീകരണമൊക്കെ അടങ്ങിയിരിക്കുന്നത് 5 കാര്യങ്ങളിലാണ്. 1, എനിക്ക് എന്നെക്കുറിച്ചുള്ള അവബോധം. 2, എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധം. 3, ദൈവം എന്നോട് പാലിക്കുന്ന ബന്ധത്തെക്കുറിച്ചുള്ള ബോധ്യം. 4, എൻ്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യം. 5, എൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യം. ഇത്5ഉം എത്രമേൽ ശരിയായിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിത വിജയവും കർമ്മോത്സുകതയും ജീവിത സാഫല്യവും ശാക്തീകരണമൊക്കെ അടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, പൗലോസിൻ്റെ ലേഖനം തുടങ്ങുന്നത് നമ്മൾ വായിച്ചു കേട്ടു. പൗലോസ് പറയാണ്, യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും കർത്താവിൻ്റെ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവനും. മറ്റൊന്നും പൗലോസ്ലീഹയ്ക്ക് പറയാനില്ല. ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ്, എന്നാൽ ഈ പൗലോസ്ലീഹ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സ്വയാവബോധം നമ്മൾ വായിച്ചിട്ടുണ്ട്. തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് സ്വയത്തെക്കുറിച്ച് അന്ന് പറഞ്ഞത്? ഞാൻ നിയമത്തിന് മുമ്പ് കുറ്റമില്ലാത്തവനാണ്, ഞാൻ യഹൂദ പ്രമാണിയാണ്, ഞാൻ ഗമാലിയലിൻ്റെ പാദപീഠങ്ങളിൽ നിന്ന് പഠിച്ചവനാണ്, ഞാൻ വലിയവനാണ്. ഈ അവസ്ഥയിലേക്ക് അസ്തിത്വത്തിൻ്റെയും സർവ്വനന്മയുടെയും സമ്പൂർണതയായ ദൈവിക ജീവൻ കടന്നു വന്നപ്പോൾ സ്ലീഹായ്ക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ: ദൈവമേ, ഞാൻ ആരാ? ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്, ഞാൻ അപ്പസ്തലനായിരിക്കും വിളിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിൻ്റെ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്. മറ്റൊന്നും പറയാനില്ല സ്ലീഹായ്ക്ക്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവകൃപ തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുക. ഈ സ്വാതന്ത്ര്യം തരാനായിട്ട് ഒരു ശക്തിക്ക് സാധ്യമല്ല. ഉദ്ധാനം ചെയ്ത് സർവ്വമഹത്വത്തോടുകൂടി ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു, അവന് മാത്രമേ ഈ കൃപയുടെ ചൈതന്യം നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ അസന്നിഗ്ധമായിട്ട് അപ്പോസ്തലപ്രവൃത്തി 4:12 നമ്മൾ വായിക്കുക: ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, കർത്താവായ യേശു എന്ന ഏക നാമം. പ്രിയപ്പെട്ടവരെ, യേശു തരുന്ന രക്ഷ അത് അനുഭവിക്കുന്നത് ആത്മാവിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പൗലോസ്, സാവൂൾ, നീ എന്തിനെന്നെ ഉപദ്രവിക്കുന്ന ഒരൊറ്റ ചോദ്യം, കർത്താവ് ഒരൊറ്റ ചോദ്യം ചോദിച്ചപ്പോൾ ആത്മാവ് ജീവൻ കടന്നു വന്ന നിമിഷമായി മാറി. ആ നിമിഷം തന്നെ അദ്ദേഹം ഒരു യൂട്ടേൺ എടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുവരെ ഞാൻ അതാണ് ഇതാണെന്ന് ധരിച്ചു വെച്ചിരുന്നെങ്കിൽ, ഈ സത്യം അറിഞ്ഞ പൗലോസ് ഒറ്റ കാര്യം പിന്നീട് പറഞ്ഞുള്ളൂ: ദൈവമേ, ഞാൻ പാപികളിൽ ഒന്നാമനാകുന്നു. ഐ ആം ദ സിന്നമോസ്റ്റ് പേഴ്സൺ. ഞാൻ പാപികളിൽ ഒന്നാമനാകുന്നു. ഐ ആം ദ സിന്നമോസ്റ്റ് പേഴ്സൺ. ഇത് വലിയൊരു അഭിഷേകമാണ്. ഈ ഒരു കൃപയുടെ ചൈതന്യം ആർക്ക് കിട്ടുന്നു, അവനാണ് യഥാർത്ഥത്തിൽ ദൈവ ഐക്യജീവിതം നയിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ കൃപയുടെ ചൈതന്യം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാനും എൻ്റെ ഇല്ലായ്മ കണ്ടെത്തുവാനും ദൈവം നൽകിയതല്ലാതെ യാതൊന്നും എൻ്റെ സ്വന്തമായി ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാനും സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.